Hi friends, welcome to lesson 3.27 in professional business skills. In this class, we will try to understand how big data works. കഴിഞ്ഞ ക്ലാസ്സിൽ 3.26ൽ നമ്മൾ ബിഗ് ഡേറ്റയുമായി ബന്ധപ്പെട്ട ചില ടെക്നോളജീസ് മനസ്സിലാക്കുകയുണ്ടായി. നമ്മൾ ഡേറ്റ മൈനിങ്, പ്രൊഡക്റ്റീവ് അനാലിസിസ്, ഡേറ്റ മോഡലിംഗ്, ബിസിനസ് ഇന്റലിജൻസ് ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജീസ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ ബിഗ് ഡാറ്റ എങ്ങനെ പ്രവർത്തിക്കുന്നു, ബിഗ് ഡാറ്റയുടെ ഫംഗ്ഷനിങ്ങിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തെല്ലാമാണ്, ഹൗ ഡസ് ബിഗ് ഡാറ്റ വർക്ക്, ഇതിനുള്ള ആൻസർ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ബിഗ് ഡാറ്റയുടെ വർക്കിങ്ങിൽ 3 സ്റ്റേജസ് ആണ് പ്രധാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ 3 ആക്ഷൻസ് അല്ലെങ്കിൽ 3 ഫംഗ്ഷൻസ് ആണ് ബിഗ് ഡാറ്റയിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇതിൽ ആദ്യത്തേതാണ് ഇന്റഗ്രേറ്റ്, രണ്ടാമത്തേത് മാനേജ്, മൂന്നാമത്തേത് അനലൈസ്. നമുക്ക് ലോജിക്കലായി ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുന്ന സ്റ്റെപ്സ് ആണ് ഇന്റഗ്രേഷൻ, മാനേജ്മെന്റ്, അനാലിസിസ് എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കളക്ഷൻ, നമ്മൾ കൂട്ടിച്ചേർക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. നമുക്കറിയാം ബിഗ് ഡാറ്റയുടെ ആദ്യ കാര്യങ്ങൾ തന്നെ നമ്മൾ ബിഗ് ഡാറ്റയുടെ ഒരു സ്വഭാവത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി വെറൈറ്റി എന്നുള്ള കാര്യം. അതായത് ഒരുപാട് സോഴ്സസ് ഓഫ് ഡേറ്റയിൽ നിന്ന് ബിഗ് ഡാറ്റ നമുക്ക് വരുന്നു. പലതും വരുന്നത് പല രീതികളിലാണ്, പല ഫോർമാറ്റുകളിലാണ്. അപ്പൊ ഈ വരുന്ന ഡേറ്റ, നമുക്കറിയാം ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് തന്നെ 3 ടൈപ്സ് ഓഫ് ബിഗ് ഡാറ്റയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 1 സ്ട്രക്ചേർഡ് ബിഗ് ഡാറ്റ, 2 അൺസ്ട്രക്ചേർഡ് ബിഗ് ഡാറ്റ, 3 സെമി സ്ട്രക്ചേർഡ് ബിഗ് ഡാറ്റ. അപ്പൊ പല ടൈപ്സിൽ വരുന്ന ഈ ബിഗ് ഡാറ്റ, പല സോഴ്സസിൽ വരുന്ന ബിഗ് ഡാറ്റ, പല ഫോർമാറ്റിൽ വരുന്ന ബിഗ് ഡാറ്റ. പല ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ചിലത് മെസ്സേജസ് ആയിട്ട് വരും, ചിലത് ന്യൂമറിക്കൽസ് മാത്രമായിട്ട് വരും, ചിലത് ജെപെഗ് വരും, ചിലത് വീഡിയോ ഫയൽസ് ആയിട്ട് വരും. അതൊക്കെ അൺസ്ട്രക്ചേർഡ്. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ കൃത്യമായിട്ടൊരു ടേബിളിൽ 20, 30 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആയിട്ട് വരും. അപ്പൊ സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ആയിട്ട് വരുന്ന എൻറ്റയർ ഡേറ്റ പല സോഴ്സുകളിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്നാകാം, ഡിവൈസസിൽ നിന്നാകാം, നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്താകാം. അപ്പൊ പല രീതിയിൽ ഇങ്ങനെ വന്നു കയറുന്ന ബിഗ് ഡേറ്റ നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നു. ഈ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പല സോഴ്സസിൽ നിന്ന് പല സമയങ്ങളിലായി പല ഫോർമാറ്റിൽ വരുന്ന സ്ട്രക്ചേർഡോ അൺസ്ട്രക്ചേർഡോ സെമി സ്ട്രക്ചേർഡോ ടൈപ്സിൽ വരുന്ന ബിഗ് ഡേറ്റയെ ഒരുമിച്ച് കളക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് മാനേജ് ചെയ്യുക. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും ബിഗ് ഡേറ്റയുടെ സ്റ്റോറേജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബിഗ് ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചാണ് ഇതിന്റെ സ്റ്റോറേജ് നമ്മൾ തീരുമാനിക്കുക. അതായത് ഈ കളക്ട് ചെയ്ത ഡാറ്റയ്ക്ക് ഏത് ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ് ആണ് വേണ്ടി വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യണോ, അതോ ആദ്യമേ ക്ലീൻ ചെയ്തിട്ട് പ്രോസസ്സിങ്ങിന് വിടണോ, ഇനി അതല്ലെങ്കിൽ ഒരു സാധാരണ എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഡേറ്റയാണോ. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് പ്രോസസ്സിങ്ങിനാണ് ഈ ഡേറ്റ വിധേയമാക്കേണ്ടത് എന്നുള്ളത് സ്റ്റോർ ചെയ്യുന്നതിന്റെ ഒരു കൺസിഡറേഷൻ ആണ്. ഇപ്പൊ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിനാണെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് കപ്പാസിറ്റിയും ആ സോഫ്റ്റ്വെയർ ഉള്ളതുമായ സ്റ്റോറേജ് സിസ്റ്റത്തിൽ വേണം നമ്മൾ അത് സ്റ്റോർ ചെയ്യാം. രണ്ടാമത്തേത്, ആർക്കെല്ലാം ഈ ഡേറ്റയിൽ ആക്സസ് ഉണ്ടാകും, ആർക്കൊക്കെ ഈ ഡാറ്റ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ സ്റ്റോറേജ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ സിസ്റ്റത്തിലും എല്ലാവർക്കും ആക്സസ് സാധാരണ സ്ഥാപനങ്ങൾ കൊടുക്കില്ല. യൂസർ ലെവൽ ഡേറ്റ ഒന്നാണ്, അനാലിറ്റിക്കൽ ലെവൽ ഡേറ്റ രണ്ടാമത്തേതാണ്, ടോപ്പ് മാനേജ്മെന്റ് ലെവൽ ഡേറ്റ യൂസ് മറ്റൊന്നാണ്. അപ്പൊ ഏത് ലെവലുകളിൽ ആർക്കൊക്കെ ഈ ഡാറ്റയിൽ ആക്സസ് വേണം എന്ന് തിരിച്ച് നമ്മൾ സ്റ്റോറേജ് തീരുമാനിക്കും. പിന്നെ മറ്റൊന്ന് കോസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് സെർവർ സ്പേസിന്റെ ഒരു കാര്യം വരും, നമുക്ക് അതിന് വേണ്ട സിസ്റ്റംസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. സെക്യൂരിറ്റി കൺസിഡറേഷൻസ് വരും. അപ്പൊ അങ്ങനെയാണ് പലവിധ കൺസിഡറേഷൻസ് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോറേജ് തീരുമാനിക്കുന്നത്. പ്രധാനമായിട്ട് വരുന്നത് ഇതിൽ നമുക്ക് വേണ്ടി വരുന്ന പ്രോസസ്സിംഗ് റിക്വയർമെന്റ്സ്, രണ്ടാമത്തേത് ആർക്കൊക്കെ ഈ ഡാറ്റയിൽ ആക്സസ് കൊടുക്കണം, ടോപ്പ് മാനേജ്മെന്റിലേക്ക് മാത്രമാണോ, അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ഇത് ഫൈനലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ലോവർ ലെവൽ സ്റ്റാഫിനാണോ കൊടുക്കേണ്ടത്, ഇനി അതല്ലെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ഇത് അനലൈസ് ചെയ്യുന്ന ഡാറ്റ അനലിസ്റ്റ് ടീമിന് മാത്രം കൊടുത്താൽ മതിയോ, പ്രോസസ് ചെയ്ത് ഫൈനൽ റിസൾട്ട് ആണോ മറ്റേ ടോപ്പ് മാനേജ്മെന്റിന് താഴെ ആൾക്കാർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം നമ്മൾ പരിഗണിച്ചാണ് നമ്മൾ ഇത് എവിടെ സ്റ്റോർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ആക്സസ് കൊടുക്കേണ്ട ഫോർമാറ്റ് ഉണ്ട്, ആക്സസ് കൊടുക്കാൻ സാധിക്കാത്ത, ആക്സസ് ഡിനൈ ചെയ്യുന്ന സ്റ്റോറേജ് ഫോർമാറ്റുകളും ഉണ്ട്. പിന്നെ മറ്റൊന്ന് കോസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ കൺസിഡറേഷൻ, ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ കോസ്റ്റ്, ഇതിന് വേണ്ടുന്ന സ്ഥല സൗകര്യം, ഇതെല്ലാം ചേർത്തുള്ള കൺസിഡറേഷൻസ് വരും. ഇതെല്ലാം തീരുമാനിച്ചാണ് നമ്മൾ സ്റ്റോറേജ് തീരുമാനിക്കുന്നത്. ഇത്തരം സ്റ്റോറേജ് ആണ് പ്രധാനമായിട്ടും ബിഗ് ഡാറ്റയുടെ മാനേജ്മെന്റിലെ ഏറ്റവും വലിയ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നത്. ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ ലൊക്കേഷനിലുള്ള സെർവറിലാകാം, അതല്ലെങ്കിൽ റിമോട്ട് ആയിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലുള്ള സെർവറുകളിലാകാം. ഇന്നത്തെ കാലത്ത് സ്ഥാപനങ്ങളെല്ലാം ഡിസാസ്റ്റർ ബാക്കപ്പിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് സെർവറിലും സ്റ്റോർ ചെയ്യും,
മറ്റൊരു റിമോട്ട് സെർവറിലും സ്റ്റോർ ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡേറ്റ നമ്മൾ ക്ലൗഡിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്മൾ ഒരു ക്ലൗഡ് സെർവറിൽ ഒരു സ്പേസ് വാടകയ്ക്ക് എടുത്ത് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം. നമ്മൾക്ക് തന്നിരിക്കുന്ന ക്രെഡൻഷ്യൽസ്, ഒരു ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാം. നമ്മുടെ മോഡിലൊക്കെ ഈ പറഞ്ഞ പോലെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സെർവറിന്റെ ഡേറ്റ ഉപയോഗിക്കുന്നതിന്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഡേറ്റയുടെ സ്റ്റോറേജ് നമുക്ക് ഡൊമസ്റ്റിക് സെർവറിലാകാം, റിമോട്ട് സെർവറിലാകാം, അതല്ലെങ്കിൽ നമുക്ക് ക്ലൗഡിൽ വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ആണ് അനാലിസിസ്. നമ്മൾ ഡേറ്റ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു, നമ്മൾ മാനേജ് ചെയ്തു, സ്റ്റോർ ചെയ്തു, നമ്മൾ മാനേജ് ചെയ്തു. അടുത്തത് നമ്മളിത് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡേറ്റ നമ്മൾ ഇഴകീറി പരിശോധിക്കുന്നു. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്യുന്നു. ഈ അനലൈസ് ചെയ്യുന്നത് പലപ്പോഴും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ബിഗ് ഡേറ്റ പേര് പോലെ തന്നെ അത്ര അധികം ഡേറ്റയുണ്ട്, അത്ര ഡൈവേഴ്സ് ഫോർമാറ്റുകളിൽ വരുന്ന ഡേറ്റയാണ്, പല ടൈപ്സിൽ വരുന്ന ഡേറ്റയാണ്, സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, ഇങ്ങനെയൊക്കെ വരുന്ന ഡേറ്റയാണ്. അപ്പൊ ഇത് അനലൈസ് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയർ കൂടിയേ തീരും. അപ്പൊ ഇതിന് വേണ്ടിയ പർട്ടിക്കുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, ലാർജ് കോംപ്ലക്സ് ഡേറ്റ ഒക്കെ എക്സാമിൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഉണ്ട്. പ്രധാനമായിട്ടും ഇതിൽ സാസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. സാസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും ബിഗ് ഡേറ്റ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സാസിലൂടെയാണ്. അപ്പൊ ഇതാണ് ബിഗ് ഡേറ്റയുടെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻസ്. ബിഗ് ഡേറ്റ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ചെയ്താണ് ബിഗ് ഡേറ്റ വർക്ക് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബിഗ് ഡേറ്റയുടെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. Until we meet up for that, thank you and goodbye.